ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ചൂസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി അടപ്രഥമനാണ്. ഞാൻ ഈ പറയുന്ന റെസിപ്പി അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് സദ്യക്ക് കിട്ടുന്ന പായസത്തിനേക്കാൾ അടിപൊളിയായ ഒരു പായസം കിട്ടും. ഞാനിവിടെ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ മുന്തിരിയും ചേർത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ പാത്രത്തിന് അടി കട്ടിയില്ലെങ്കിൽ പായസം വെക്കുമ്പോൾ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിക്കാം. പാൽ നന്നായി തിളച്ചു വരുമ്പോൾ നമുക്ക് അട മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മിൽമയുടെ 200 ഗ്രാമിൻ്റെ ഒരു അട മിക്സാണ് ചേർക്കുന്നത്. അട മിക്സ് ആയതിനാൽ നമുക്ക് ഇതിലേക്ക് വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നന്നായി ഒന്ന് വേവാൻ അനുവദിക്കുക. നമ്മുടെ അട പകുതിയിൽ കൂടുതൽ വേവാവുന്നവരെ വേവിച്ചെടുക്കാം. നമ്മുടെ അട പകുതി കൂടുതൽ വേവാകുമ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് ചേർക്കേണ്ടതാണ്. നമ്മുടെ അട ഇവിടെ പകുതിയിൽ കൂടുതൽ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ടിപ്പ് റെഡിയാക്കാം. അതിനായി ഞാനൊരു ചീനച്ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ഏത് പാത്രവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. കരിയാൻ നല്ല ചാൻസ് ഉണ്ട്. മറ്റൊരു അടുപ്പിൽ നമ്മുടെ പായസം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഈ കാരമൽ ചെയ്ത പഞ്ചസാര നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. കൃത്യ കളറിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് വഴുകിപ്പോയാൽ കാരമൽ ചെയ്തത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അടി പിടിക്കാതെ നന്നായി ശ്രദ്ധിക്കുക. നമ്മുടെ കാരമൽ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതേ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓഫ് ആക്കാം. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പായസവും കാരമൽ ചെയ്ത പഞ്ചസാരയും നന്നായി ഒന്ന് വെന്ത് വരണം. ഇത് കുറുകണതിനനുസരിച്ച് നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളർ വരും. ഇങ്ങനെ പിങ്ക് കളർ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ടിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഒന്ന് നമ്മുടെ ശർക്കര പായസത്തിലേക്ക് ലയിക്കാൻ വിടുക. ഇത് ലയിച്ചു എന്ന് ഉറപ്പാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിലെ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിന് ഇതാ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഒരു പിങ്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യണേ.